അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്നേഹ നവീൻ ഡയറീസ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ ചിക്കൻ ആണ്. സോ വൈറൽ ഇഫ ചിക്കൻ എന്നൊക്കെ പറയും. ഇൻസ്റ്റാഗ്രാമോ എഫ് പിയോ എന്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നത് ഇത് മാത്രമാണ്, വൈറൽ ട്രെൻഡിങ് ഇഫ ചിക്കൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ഇഫ ചിക്കൻ. നമ്മൾ ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യണം, അതിൻ്റെ മസാല ഉണ്ടാക്കാം. സോ ആദ്യം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ടേമറിക് പൗഡർ, പിന്നെ കുറച്ച് സാദാ ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് കുറച്ച്, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ആൻഡ് ദെൻ സോൾട്ട്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് തൈര് എടുക്കാം, എന്നിട്ട് ഒരു ഇത്തിരി വിനീഗറും ഒഴിക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ കയ്യോ യൂസ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് ലൂസാക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുക്കാം. അതിനെ നല്ലോണം ഒന്ന് തട്ടിക്കൊടുക്കുക, ഒന്ന് പരന്ന് കിട്ടും. അപ്പം മസാലയൊക്കെ നല്ല പിടിക്കും. അതിനുശേഷം ഒരു ഫോർക്ക് എടുത്ത് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് നല്ലോണം മസാല അപ്ലൈ ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും ആവുന്ന പോലെ. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 എഗ് വൈറ്റ് എടുക്കാം, പിന്നെ കുറച്ച് 2 സ്ലൈസ് ചീസ് ഇടാം. അതിനുശേഷം കുറച്ച് പാലും കുറച്ച് ഫ്രഷ് ക്രീമും പിന്നെ ഒരു ഇത്തിരി സോൾട്ട് ടു ടേസ്റ്റ്, പിന്നെ കുറച്ച് പഞ്ചസാരയും, ഒരു സ്പൂൺ പഞ്ചസാരയും. പിന്നെ നമുക്ക് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഗാർലിക് എടുക്കാം. വലിയൊരു പീസ് ഗാർലിക് ആണെങ്കിൽ 1 മതി, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞതാണെങ്കിൽ 2-3 കഷ്ണം. ഓക്കെ, എന്നിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും. പിന്നെ നമ്മളെ പാൻ എടുക്കാം, എണ്ണ ഒഴിക്കാം. കുറച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇടാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യുക. നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിന് മേലെ കുറച്ചൊന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. സോ ഇഫ ചിക്കൻ ഇസ് ആക്ച്വലി റെഡി. ഇനി അത് നമുക്ക് വേണമെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഇനി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് നോക്കുന്ന സമയത്ത് സൂപ്പറായിരുന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധ ഒന്ന് വേറൊരു സ്ഥലത്ത് പോയതാണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇത് നല്ല മേലൊഴിച്ച സോസ് നല്ല ടേസ്റ്റ് ഉണ്ട്, അതൊരു നല്ല മയോണൈസ് അല്ലെങ്കിൽ ഡിപ്പായിട്ട് യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി എടുത്താൽ മതി. ഇറ്റ്സ് വെരി ഗുഡ്. അപ്പം ഞാൻ കഴിച്ചു, സൂപ്പറായിരുന്നു. ചിക്കൻ്റെ മേലെ ഒഴിച്ച സോസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും, മയോണൈസും ക്രീമും ഒക്കെ അല്ലേ. പക്ഷേ എങ്കിൽ യെസ്, 1 ടൈം ട്രൈ, ഫസ്റ്റ് ട്രൈയിൽ തന്നെ സക്സസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം നമ്മൾ അടുത്ത എക്സ്പെരിമെൻ്റായി കാണാം. അപ്പം ബൈ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.